ഇദ്ദേഹം ഒരു ഡിവൈഎസ്പിയോട് പറഞ്ഞത്രേ, താങ്കളെ ഞാൻ അടൂർ ഡിവൈഎസ്പി ആയിട്ട് വെക്കാം, താങ്കൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും UDFിൻ്റെ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം എന്ന് ഡിവൈഎസ്പിയോട് പറയുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നും പോയിട്ടും ഒക്കെ ഇരിക്കും. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് അതിവിടെ നിലനിന്ന് പോകുന്നൊരു കാര്യമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതേപോലത്തെ ഒരു പ്രസ്താവനയൊക്കെ അതൊരു ഡിവൈഎസ്പിയോട് പോയിട്ട് പറയുന്ന രീതിയാണിത്. കാരണം താങ്കളെ ഞാൻ അടൂർ ഡിവൈഎസ്പി ആക്കിയിരുത്താം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസ് ക്ലബ്ബുകാർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ കൊണ്ടുപോയി കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. നമസ്കാരം. UDF ഇത്തവണ ഭരണത്തിൽ വരും എന്ന വിശ്വാസത്തിൽ തിരിച്ചുവരവിന് കോപ്പ് കൂട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരു പ്രധാനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന് നമുക്കറിയാം. ഈ പ്രചരണ കാലത്ത് പല പ്രചരണ വേദികളിലും അദ്ദേഹം അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുന്ന ഘട്ടങ്ങളും VK ശ്രീകണ്ഠൻ അടക്കമുള്ള പല നേതാക്കൾ പലപ്പോഴും 2-ലധികം പ്രാവശ്യം കാണുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയൊരു റിപ്പോർട്ട് സ്വന്തം നാട്ടിൽ, അതായത് പത്തനംതിട്ടയിൽ അദ്ദേഹം പോലീസ് സേനയിലും തൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? അടൂർ രാജാവ് എന്നൊക്കെ പറയുന്ന പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരുനടയിൽ പോയി ദക്ഷിണ സമർപ്പിക്കാതെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല എന്ന് VK ശ്രീകണ്ഠനെ പോലെയുള്ള ഒരു MP കരുതി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് ഒന്നും പറയാനില്ല. മറിച്ച് നമുക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മളൊക്കെ ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, വിജയിച്ച് കയറണം എന്നാഗ്രഹിക്കുന്ന CR മഹേഷിനെ പോലുള്ള ജനകീയരായിട്ടുള്ള MLA മാർ ഒരുപക്ഷെ UDF മന്ത്രിസഭ വരികയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ ഒരു അംഗമായിട്ട് ഇരിക്കും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ള CR മഹേഷിനെ പോലുള്ള ആളുകൾ പോലും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരുസന്നിധിയിൽ പോയി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഏത് രീതിയിൽ കാണണം എന്നത് വലിയൊരു വിഷയമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. അതായത് ഇദ്ദേഹം ഒരു ഡിവൈഎസ്പിയോട് പറഞ്ഞത്രേ, താങ്കളെ ഞാൻ അടൂർ ഡിവൈഎസ്പി ആയിട്ട് വെക്കാം, താങ്കൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും UDFിൻ്റെ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു തരാം എന്ന് ഡിവൈഎസ്പിയോട് പറയുന്നു. അപ്പോൾ ആ ഡിവൈഎസ്പി എണീറ്റ് നിന്ന് കൈ തൊഴുതിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ സഹായിച്ചു ഉപദ്രവിക്കരുത്, നിങ്ങൾ വഴിയായിട്ടൊരു നിയമനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിവിടെ വിവാദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ രാഹുൽ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ പണ്ട് എനിക്ക് തോന്നുന്നു മറ്റേ കമ്മീഷണർ സിനിമയ്ക്കകത്താന്ന് എനിക്ക് തോന്നുന്നു. അതായത് അന്ന് ജഗതി ശ്രീകുമാർ ഒരു ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ കയറിയിരുന്നിട്ട് വിളിച്ചു പറയുന്നൊരു രംഗമുണ്ട്. ആ IG-യെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റൂ, എന്നിട്ട് എറണാകുളത്ത് നിന്ന് ഇന്നയാളെ എടുത്ത് കാസർഗോഡേക്ക് ഇടൂ എന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബാല്യകാലത്തിലൊക്കെ ഈ സിനിമ വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ അത് കണ്ട് പഠിച്ചതിന് ശേഷം ഉള്ള ചില തോന്നലുകളായിരിക്കാം ഈ പോലീസിനെയൊക്കെ തനിക്ക് ഉതകുന്ന രീതിയിൽ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊക്കെ പറയുന്നത്. കാരണം രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നും പോയിട്ടും ഒക്കെ ഇരിക്കും. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് അതിവിടെ നിലനിന്ന് പോകുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ചൊരു പ്രാഥമിക ധാരണ പോലും ഇല്ലാത്ത ഒരു മരപ്പൊട്ടനാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്നുള്ളതാണ് സത്യം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഷയത്തെക്കുറിച്ചും കൃത്യമായിട്ട് സംസാരിക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. ഒരുപാട് അഡ്വൈസേഴ്സിൻ്റെ റെഫറൻസ് എടുത്തതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം ഒരു വിഷയം സംസാരിക്കുന്നത്. പക്ഷേ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അയാൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളിടത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം പറയുന്ന കാര്യങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടം തന്നെ പുസ്തകങ്ങളൊക്കെ വായിച്ച് എഴുതി ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളാണെന്ന്. സത്യം പറഞ്ഞാൽ അതല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രാറ്റജിസ്റ്റുകൾ രാഹുലിനെ സപ്പോർട്ടിങ് ഫാക്റ്റായിട്ടുണ്ട്. എത്രയോ അങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചൊരു പുസ്തകം വായിക്കാനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സമയമുള്ളത്. രാഹുൽ മാങ്കൂട്ടം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അല്ലേ. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇതേപോലത്തെ ഒരു പ്രസ്താവനയൊക്കെ അതൊരു ഡിവൈഎസ്പിയോട് പോയിട്ട് പറയുന്ന രീതിയാണിത്. കാരണം താങ്കളെ ഞാൻ അടൂർ ഡിവൈഎസ്പി ആക്കി ഇരുത്താം. അടൂർ ഡിവൈഎസ്പി ആക്കി ഇരുത്തിയതിന് ശേഷം പിന്നീട് ഇയാളുടെ മറ്റൊരു സുഹൃത്തിനോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്രേ രാഹുൽ മാങ്കൂട്ടം. അത് കോൺഗ്രസിനകത്തുള്ളത്, അതുകൂടാതെ ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ഈ ഓൺലൈൻ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരെ എല്ലാം അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് കളയുക അല്ലെങ്കിൽ തീർത്ത് കളയുക എന്നുള്ളതാണ് രാഹുൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇയാൾ മണ്ടനല്ലേ, പൊട്ടനല്ലേ? ഒരു ഹിറ്റ് ലിസ്റ്റ് കേരളത്തിലെ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കെതിരെയും ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്കെതിരെയൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ വെള്ളരിക്കാ പട്ടണോ?
കാരണം എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? കാരണം പോലീസിനെ ഉപയോഗിച്ച് എന്തു തോന്നിയവാസവും കാണിക്കാമെന്നോ? വോട്ടെണ്ണുന്നത് മെയ് 4-ാം തീയതിയാണ്. ആ വോട്ടിന്റെ റിസൾട്ട് വരാൻ പോലും കാത്തു നിൽക്കാതെയാണ് ഇങ്ങനെയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ നടത്തുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് പറയുക? അല്ല, പൊതുവെ റിസൾട്ട് വരാൻ കോൺഗ്രസിൽ ഒരു നേതാക്കന്മാരും കാത്തു നിൽക്കണില്ല. ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ കറണ്ട് കട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഈ രാഹുൽ മാങ്കൂട്ടർ ഒരു പോസ്റ്റ് ഇട്ടു. ഞങ്ങളുടെ തന്തയുടെ പ്രായമുള്ള ഒരാളല്ലേ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. ഡാഷ് മോനെ എന്നൊക്കെ വിളിച്ച് ഒരു മുഖ്യമന്ത്രിയെ, അത് മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം സാധാരണ തന്തയുള്ള ആരെങ്കിലും അങ്ങനത്തെ ഒരു വിളി നടത്തുമോ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുന്ന കാര്യമാണ്. ആരെങ്കിലും നടത്തുമോ? അവൻ്റെ മാനസിക നില ശരിയല്ല. രാഹുൽ മാങ്കൂട്ടം പകലൊരു മനുഷ്യനാണെങ്കിൽ രാത്രി മറ്റൊരു മനുഷ്യനാണ്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസ് ക്ലബ്ബുകാർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവനെ കൊണ്ടുപോയി കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. എന്താണ് എഴുതി വെക്കുന്നതെന്ന് ഇവനെന്നെ അറിയില്ല. കെ ഫോൺ, അതുപോലെ കെ കട്ട്, ഡാഷ് മോൻ ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിക്കുന്ന ഒരു മാനസിക നില എന്ന് പറയുന്നത് അത് കോൺഗ്രസ്സുകാർക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന്. ഇതേ രീതിയിലുള്ള അൺപാർലമെൻ്ററി വേർഡ്സ്, ഇതേപോലുള്ള അൺപാർലമെൻ്ററി ആയിട്ടുള്ള ഒരുത്തനെ യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് കൊണ്ടുവരികയും അവനെ MLA ആക്കുകയും ചെയ്തതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞ് കളയാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് റീൽസ് ഇട്ട് കഴിഞ്ഞാൽ താൻ നേതാവാകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പറ്റം യുവജന നേതാക്കന്മാരെ ഇവിടെ സൃഷ്ടിച്ചെടുത്തതാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ശാപം എന്ന് പറയുന്നത്. അതല്ലാതെ എന്ത് ഐഡിയോളജിയെ ബേസ് ചെയ്തിട്ടാണ് ഒരു കിഴങ്ങൻ അവൻ്റെ മാനസിക നില തെറ്റുന്ന സമയത്ത് തന്തയുടെ പ്രായമുള്ള ആളെ കയറിയിട്ട് ഡാഷ് മോനെ എന്ന് വിളിക്കുന്നു? ഈ ഡാഷ് മോനെ എന്ന് വിളിക്കുന്നതിന് കൈയടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കുകയും. അല്ല, ഒരുപക്ഷെ ഇത്തവണ UDF ഭരണത്തിൽ വരും, തനിക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവും എന്നൊരു ധൈര്യത്തിൻ്റെ ഒക്കെ പുറത്തായിരിക്കും. എങ്ങനെ തിരിച്ചു വരാൻ പറ്റുമെന്നാണ് പറയുന്നത്? എങ്ങനെ തിരിച്ചു വരാൻ പറ്റുമെന്നാണ് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തിരിച്ചെടുത്തതിന് ശേഷം എന്ത് പറഞ്ഞ് ഇവരെ ന്യായീകരിക്കും? ഈ പ്രാവശ്യം ഞാൻ തറപ്പിച്ചു പറയുന്നു, ഇപ്രാവശ്യം UDF അധികാരത്തിൽ വരാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് PK ശശിയെ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാക്കുകയും പെരുമ്പാവൂര് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിക്കുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസിൻ്റെ ധാർഷ്ട്യമുണ്ട്. ആ ധാർഷ്ട്യം കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു നീതികേട് കൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസിനെതിരെ ഒരുപാട് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഇസ്ലാമിക് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം മതപ്രീണനപരമായിട്ടുള്ള കാര്യങ്ങളാണ് VD സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര മ്ലേച്ഛകരമായിട്ടുള്ള പ്രവൃത്തിയാണ് VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഒരു ന്യൂനപക്ഷ സമുദായത്തെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനമല്ലേ VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിനെന്താണ് കേരളം കാണാതിരിക്കുമോ? കാരണം കേരളത്തിലുള്ള എല്ലാവരും അന്ധന്മാരൊന്നും അല്ലല്ലോ, എല്ലാവർക്കും നല്ല കാഴ്ചശക്തി ഉള്ള ആളുകളല്ലേ. അപ്പോൾ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം മിടുക്കനായ ചെറുപ്പക്കാരനാണ്, അതിനകത്തൊന്നും യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത് കൃത്യമായ ട്രീറ്റ്മെൻറ്റാണ്. കാരണം ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി തന്നെ തന്തയുടെ പ്രായമുള്ള ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കയറി ഡാഷ് മോനെ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മാനസിക നില എന്താണ്? അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? കാരണം ഇതാണോ രാഷ്ട്രീയം? ഇതാണ് കോൺഗ്രസിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസ് എത്രയോ മഹാത്മാരായ നേതാക്കന്മാരാൽ ഈ രാജ്യത്ത് വ്യാപിച്ച് കിടന്നിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിന്റെ കേരള ഘടകത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരുന്ന് പെണ്ണു പിടിച്ചതിന്റെ പേരിൽ, ഗർഭം കലക്കിയതിന്റെ പേരിൽ, ബലാത്സംഗം ചെയ്യപ്പെട്ടതിന്റെ പേരിൽ ഒരു പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരുത്തൻ കോൺഗ്രസ് വേദികളിൽ എത്തുക എന്ന് പറയുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും കോൺഗ്രസിന്? അതിനുശേഷം കോൺഗ്രസിന്റെ പാനലിൽ നിന്നുകൊണ്ട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠൻ ഈ പറഞ്ഞ രാഹുൽ തമ്പുരാൻ, അതായത് കോഴിത്തമ്പുരാന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണിത്? കരുനാഗപ്പള്ളിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്ന് ഉറപ്പുള്ള CR മഹേഷ് അടൂര് പോയി ഈ നരാധമന എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഈ മാനസിക രോഗിയെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. UDF ജയിച്ച അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ഇവരെതിരെ സംസാരിക്കുന്നവരെല്ലാം അങ്ങോട്ട് മൂക്കി കയറ്റിക്കളയും എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേട്ട് പേടിച്ചോടുന്നവരാണോ കേരളത്തിലെ ഈ ഓൺലൈൻ മാധ്യമ രംഗത്തും ദൃശ്യമാധ്യമ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഇവിടെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെയോ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർക്ക് നേരെയോ ഒരു കൈവിരൽ ചൂണ്ടി അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതെന്താ പതറിപ്പോകുന്നവരാണെന്ന് തെറ്റിദ്ധരിച്ചോ ഈ പമ്പര വിഡ്ഢിയായിട്ടുള്ള ഇവൻ?
രാത്രിയിൽ ഒരു സ്വഭാവവും പകലും മറ്റൊരു സ്വഭാവവുമായിട്ട് നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, മോൻ തൽക്കാലം ഡിവൈഎസ്പിമാരെ ഒക്കെ അടൂർ അപ്പോയിൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കേരളത്തിലെ പോലീസ് കോൺഗ്രസ് അധികാരത്തിൽ വന്നു എന്ന് വിചാരിച്ചു, കോൺഗ്രസ് അധികാരത്തിൽ വന്നു എങ്കിൽ തന്നെയും കോൺഗ്രസിനകത്ത് ആൺകുട്ടികളുണ്ട് ആഭ്യന്തര വകുപ്പ് ഭരിക്കാനായിട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവാനായിട്ടും ആൺകുട്ടികളുണ്ട്. അവിടെയൊന്നും നിനക്ക് ഒരു സ്പേസും ഉണ്ടാവത്തില്ല. നീ വിചാരിക്കുന്ന പോലെയൊന്നും ഒരു ചുക്കും നടക്കാനും പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടം മനസ്സിലാക്കി മര്യാദയ്ക്ക് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നു കഴിഞ്ഞാൽ നല്ലത്. മറിച്ച് ഇനി ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഇങ്ങനെ ഇത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു, അതായത് എന്താ ഭീഷണിയാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ ഇത് ചെയ്യണം, ഭരണം മാറാൻ പോവുകയാണ്, അതല്ലെങ്കിൽ ഞങ്ങളങ്ങോട്ട് മൂക്കി കയറ്റി കളയുന്നു. ആരോട്? കേരള പോലീസിനോട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നലത്തെ മഴയ്ക്ക് മുളച്ചൊരു തകരയാണ് ഈ ചെക്കൻ. ഈ ചെക്കൻ വന്നിട്ടാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വെല്ലുവിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരുത്തൻ, കാരണം ഷാഫിയൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷെ ചില വർഗീയ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഷാഫി എതിർത്ത് തുടങ്ങിയത്. മറിച്ച് അതല്ലെങ്കിൽ ഷാഫി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് വരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഷാഫിക്കുള്ളിലൊരു വർഗീയവാദി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞോ അന്ന് മുതലാണ് നമ്മൾ ഷാഫിക്കെതിരെ സംസാരിച്ചു തുടങ്ങാനായിട്ട് കാരണമായിട്ടുള്ളത്. ഈ ഷാഫി എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കുറെ കൂതറ പിള്ളേരെയും വെച്ചിട്ട് മൂക്കി കയറ്റിക്കളയും, അത് കാണിച്ചു കളയും, ഇത് കാണിച്ചു കളയും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിയാണ് വരുന്നത്. പിന്നെ ഒരു മാനസിക രോഗിയോടുള്ള ഒരു സഹതാപവും. അതിനപ്പുറത്ത് വേറെന്തെങ്കിലും തോന്നുമോ? ഒരു DYSPയോട് പോയി പറഞ്ഞിരിക്കുന്നത് താങ്കളെ ഞാൻ അടൂർ DYSP ആക്കാമെന്ന്. അയാൾ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കരുതെന്ന്. അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കേ. രാഹുൽ മാങ്കൂട്ടം ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ട്, അവരെ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിലനിൽക്കുന്ന പരാതികളല്ല. അപ്പോൾ ഈ പരാതികളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ഞാൻ പറഞ്ഞ ജഗതിയുടെ സിനിമ കണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ പറയുന്ന കാര്യങ്ങളാണ്. ജഗതി ഒരു സിനിമയ്ക്ക് അതിരുന്ന് കാണിക്കുന്നത് കണ്ടിട്ടില്ല. കാരണം അത് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്. അതേ രീതിയിലാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് രാഹുൽ മാങ്കൂട്ടം വിചാരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഉമ്മൻചാണ്ടിയുടെ PS-നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി അറസ്റ്റ് ചെയ്ത സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഈ ഒരു ഓർമ്മ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മനസ്സിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. കേരളത്തിലെ ഇപ്പോൾ 3 പേരുടെ പേരാണ് പ്രധാനമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. ഈ 3 പേരിൽ ആര് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാലും ഈ പറഞ്ഞ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കോൺസ്റ്റബിളിനെ പോലും സ്ഥലം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാകില്ല എന്ന ഉറച്ച ബോധ്യവും ഉത്തമ വിശ്വാസവും ഉണ്ട് എനിക്ക് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തൽക്കാലം DYSPയെ മാറ്റുന്ന അല്ലെങ്കിൽ IGയെയും DGPയെ ഒക്കെ മാറ്റുന്ന ഒരു ജഗതി ശ്രീകുമാറിൻ്റെ കഥാപാത്രമായി മര്യാദയ്ക്ക് വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇടയ്ക്ക് പോസ്റ്റൊക്കെ ഇട്ടു, പക്ഷേ തന്തയുടെ പ്രായമുള്ള ആളുകളെ ഡാഷ്മോനെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു ഇടതുപക്ഷ സൈബർ വിഭാഗം കേരളത്തിലുണ്ട് എന്ന് ഓർമ്മ വെക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ അവസരത്തിൽ ഉപദേശിക്കാൻ വേണ്ടിയിട്ടുള്ളൂ.